നമസ്കാരം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൻകുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ഈടാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദൻ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. പുതിയ സീസണിൽ ആനകളുടെ ഏക്കത്തുക ദേവസ്വം വർദ്ധിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും നൽകുന്ന കത്തുകളും പരാതികളും പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്താനോ പരിഗണിക്കാനോ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. 8ാം വാർഡ് മെമ്പർ സജിത സുനീഷ് മനക്കൽപ്പടി SC കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും 16ാം വാർഡ് മെമ്പർ ജോർജ് മങ്ങാട്ടുകാവ് ക്ഷേത്രം പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്ലൈറ്റ് കത്തിക്കണമെന്നാവശ്യപ്പെട്ടും നൽകിയ പരാതിയും അടിയന്തര പ്രാധാന്യമുള്ള കത്തുകളും പരാതികളും ഭരണസമിതി പരിഗണിക്കുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് താൽക്കാലിക ജീവനക്കാർ, കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് നികുതി അടക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ആൾക്ക് നികുതി അടച്ചു കൊടുക്കുന്നതിന് പോലും കഴിയാത്ത ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പഞ്ചായത്തിലെ മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന പരാതികളും കത്തുകളും പഞ്ചായത്തിന്റെ അജണ്ടയിൽ ഉടൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. താൽക്കാലിക ജീവനക്കാരെ അനാവശ്യമായി തള്ളിക്കയറ്റിയിരിക്കുകയാണെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. യോഗ നടപടികൾ ആരംഭിച്ച ഉടൻ കോൺഗ്രസ് മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ച് യോഗ ഹാളിൽ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. പരാതികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തുക. കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുക. പ്രതിപക്ഷ നേതാവായ NK കബീറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ ആനി ടീച്ചർ, മീന ശലമോൻ, സജിത സുനീഷ്, റിജി ജോർജ്, ഷാജി വർഗീസ് എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പരാതികൾ ഉടൻ കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് NK കബീർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗത്തിലെ കോൺഗ്രസ് പ്രതിഷേധം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണെന്ന് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യോഗമാണ് ഇന്ന് നടന്നത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ഉന്നയിച്ചാണ് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചതെന്നും മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പരിഗണന നൽകിയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. താൽക്കാലിക ജീവനക്കാരുടെ പ്രവർത്തനം മികവുറ്റതാണ്. താൽക്കാലിക ജീവനക്കാരെക്കുറിച്ച് ഒരു പരാതി പോലും പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുകയോ എഴുതിത്തരികയോ ചെയ്തിട്ടില്ലെന്നും നടത്തിയ പ്രതിഷേധം കേവലം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര യോഗമാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്തിയത്. അതിൽ പ്രതിപക്ഷം അജണ്ടയിലില്ലാത്ത കാര്യവുമായിട്ടാണ് മുന്നോട്ട് പോയി പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയത്. നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്കായിട്ട് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുടെ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് തന്നെ എൻട്രി ചെയ്ത് അവർക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളവർക്ക് പാസ്സാക്കുന്ന തരത്തിലുള്ള അജണ്ടയുമായിട്ടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തത്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ചർച്ചയിലില്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഇന്ന് ഉന്നയിച്ചത്.
അത് തികച്ചും പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനോട് യോജിച്ച് പോകാനാവില്ല. കാരണം തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇന്നവർ യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിലെ ഒരുക്കാൻകുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ചുമത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വിവാദങ്ങൾക്കും സമരത്തിനുമൊടുവിൽ പൂട്ടിയ ക്വാറി ശിവാലയ കമ്പനിക്ക് വേണ്ടി ക്രഷർ യൂണിറ്റ് മാത്രമായി പുനരാരംഭിക്കുകയായിരുന്നു. പാറ പൊട്ടിക്കലിന് അനുമതിയില്ലാത്ത ഇവിടെ ക്രഷർ യൂണിറ്റ് തകൃതിയായി നടക്കുന്നതായും അനുമതിക്കപ്പുറത്തായുള്ള രീതിയിൽ വിവിധ ക്വാറികളിൽ നിന്നും നൂറുകണക്കിന് ലോറികളിലായി ഇവിടുത്തെ ക്രഷർ യൂണിറ്റിൽ എത്തിക്കുകയും മെറ്റൽ, കരിങ്കൽ ചീളുകൾ എന്നിവകളാക്കി വിവിധ സ്ഥലങ്ങളിലേക്കും ഹൈവേ വികസനത്തിനുമായി കൊണ്ടുപോകുകയുമാണ്. എന്നാൽ ഇതുമൂലം രാത്രികളിലും പകലും പൊടിശല്യവും ലോഡിറക്കുന്ന ശബ്ദവും ക്രഷർ യൂണിറ്റിന്റെ 24 മണിക്കൂർ പ്രവർത്തനവും മൂലം നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുകയും വീടുകളിലേക്ക് കനത്ത പൊടിശല്യവും രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമസഭയിൽ നാട്ടുകാർ പരാതിപ്പെടുകയും അന്നുതന്നെ മേഖലയിലൂടെ കടന്നുപോകുന്ന 2 ലോറികൾ കുന്നംകുളം SI ജാബിറിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയും ചെയ്തിരുന്നു. മേഖലയിലെ ക്വാറിയുടെ പ്രവർത്തനം മൂലം ക്യാൻസർ രോഗികൾ, ശ്വാസകോശ രോഗികൾ എന്നിവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കൃത്രിമ രേഖകളുണ്ടാക്കി അനധികൃതവും നിയമവിരുദ്ധവുമായാണ് ക്വാറിയും ക്രഷർ യൂണിറ്റും മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും ഹാനികരമായ ക്വാറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തിവെക്കണമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പോലീസിനോടും അധികൃതരോടും ആവശ്യപ്പെട്ടു. പരാതിയെ തുടർന്ന് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KM സലിം, പൊതുപ്രവർത്തകരായ MA കമറുദ്ദീൻ, KJ രാജേഷ്, സുധീർ, നൌഷാദ്, ഷിഹാബ് എന്നിവർ സ്ഥലത്തെത്തി പോലീസുമായും ക്വാറി അധികൃതരുമായും സംസാരിച്ചു. ക്വാറിയിലെ ക്രഷർ യൂണിറ്റ് ലൈസൻസും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിനായി നിരവധി തവണ പഞ്ചായത്തിലെത്താൻ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടെങ്കിലും ക്വാറി അധികൃതർ തയ്യാറായിട്ടില്ല. ക്വാറിയുടെ രേഖകൾ സംബന്ധമായ പരാതിയിന്മേൽ പൊതുപ്രവർത്തകൻ രാജേഷ് KJ വിവരാവകാശ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ക്വാറിയുടെ അനധികൃത പ്രവർത്തനം സംബന്ധമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനപാത പെരുമ്പിലാവിൽ പൊട്ടിയ ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും അപകട ഭീഷണി ഒഴിവായില്ല. അറ്റകുറ്റപ്പണികൾക്കായി എടുത്ത കുഴി താൽക്കാലികമായി മാത്രം മൂടിയതാണ് മേഖലയിൽ ഗതാഗത തടസ്സവും അപകട ഭീഷണിയും ഉയർത്തുന്നത്. പെരുമ്പിലാവ് സെന്ററിൽ പട്ടാമ്പി റോഡിൽ ഒരാഴ്ച മുമ്പാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ പൊളിഞ്ഞത്. ഇതുമൂലം 6 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം 4 ദിവസത്തോളം തടസ്സപ്പെട്ടിരുന്നു. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം താൽക്കാലികമായി മാത്രമാണ് കുഴി മൂടിയത്. റോഡിന്റെ പകുതി ഭാഗത്തോളം ഇപ്പോഴും പൊളിഞ്ഞുകിടക്കുകയാണ്. തിരക്കുള്ള സമയങ്ങളിൽ വലിയ ഗതാഗത കുരുക്കും അപകട സാധ്യതയും വർദ്ധിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴി ശാശ്വതമായി അടച്ച് റീടാറിംഗ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പിലാവ് മുതൽ നണത്തറ പാലം വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിൽ പലയിടത്തും പൈപ്പ് പൊട്ടിയുണ്ടായ കുഴികൾ ഭാഗികമായി മാത്രമാണ് അടച്ചിട്ടുള്ളത്. എരനല്ലൂർ പരിശുദ്ധ ഗൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ഗൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഫാത്തിമ മാതാവിന്റെ കപ്പേളയിൽ പ്രസിദ്ധന്തി വാഴ്ചയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമുണ്ടായി. ശേഷം ദേവാലയത്തിൽ ഫാദർ ലിജോ പൊർത്തൂർ കാർമ്മികനായ ദിവ്യബലിയും വൈകിട്ട് 7 മണിക്ക് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടന്നു. രാത്രി 10 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ഫാദർ ലിൻഡോ കോന്നിക്കര മുഖ്യകാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ മാത്തു തുണ്ടത്തിൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗമായ ഫാദർ ബേബി ഷെപ്പേർഡ് കാർമ്മികനായുള്ള ദിവ്യബലിക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. വൈകിട്ട് 7 ഫാൻസി വെടിക്കെട്ട്, ബാൻഡ് വാദ്യം എന്നിവയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ സൈമൺ കാക്കശ്ശേരി, ആന്റണി പുറത്തൂർ, ജനറൽ കൺവീനർ ഡൊമിനിക് ഫ്രാൻസിസ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഏക്കത്തുക വർദ്ധിപ്പിച്ചു. മുൻനിര കൊമ്പന്മാരായ നന്ദനും ഇന്ദ്രസനും എഴുന്നള്ളിപ്പുതുക
1.5 ലക്ഷം രൂപയാക്കി. 1.25 ലക്ഷമാണ് നിലവിലെ നിരക്ക്. ദേവസ്വത്തിലെ 35 ആനകൾക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. രാജശേഖരൻ, ദാമോദർദാസ്, സിദ്ധാർത്ഥൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാരുടെ ഏക്കം 1,10,10,000 രൂപയാക്കി. ശ്രീധരൻ, വിഷ്ണു, ബാലകൃഷ്ണൻ, രവികൃഷ്ണൻ, ചെന്താമരാക്ഷൻ, ബൽറാം, ഗോപികൃഷ്ണൻ, ജൂനിയർ വിഷ്ണു, ബാലു എന്നീ ആനകളുടെ ഏക്കത്തുക 80,000 രൂപയിൽ നിന്ന് 90,000 രൂപയാക്കി. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയായ നന്ദൻ 2 മാസത്തോളമായി പാദരോഗത്തിന് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം നന്ദനെ തൃശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജ് ആശുപത്രിയിലെത്തിച്ച് പരിശോധിച്ചിരുന്നു. ആനയുടെ വലത്തെ മുൻകാലിലാണ് രോഗം കലശലായത്. നഖങ്ങളുടെ ഇടയിലായി ദശ വളരുന്നുണ്ട്. പലവട്ടം ഇത് മുറിച്ചു നീക്കിയെങ്കിലും വീണ്ടും വളരുകയായിരുന്നു. ക്രയോ സർജറിയിലൂടെ കരിച്ചു കളഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് മണ്ണുത്തിയിലെത്തിച്ചത്. കാലിലെ ദശയിൽ നിന്നുള്ള സാമ്പിൾ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പരിശോധനാ ഫലത്തിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് ആനപ്രേമികൾക്കും ദേവസ്വത്തിനും ആശ്വാസമായത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 8, 9 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ തിടമ്പേറ്റാൻ നന്ദനെ നിയോഗിക്കാൻ ആലോചന തുടങ്ങി. അങ്ങനെയെങ്കിൽ തൃശൂർ പൂരത്തിനും നന്ദൻ തിടമ്പേറ്റുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആനപ്രേമികൾ. വേലൂരിൽ സ്റ്റേഷനറി കടയിൽ മോഷണം. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള KC തുമ്മുണ്ണി സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത്. വെൽഡിംഗ് മെഷീനും സ്റ്റേഷനറി സാധനങ്ങളും പണവും ഉൾപ്പെടെ 10,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടയുടെ പിന്നിലെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിട്ടുള്ളത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. പോലീസിൽ പരാതി നൽകിയതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള 2024-26 സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ AH അക്ബർ സല്യൂട്ട് സ്വീകരിച്ചു. SPC പ്രൊജക്ട് തൃശൂർ സിറ്റി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ് കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ P. യതീന്ദ്രദാസ്, ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സജിത് മോൻ, ഹെഡ് മിസ്ട്രസ് M. സന്ധ്യ, SPC പ്രൊജക്ട് ഗുരുവായൂർ സബ് ഡിവിഷൻ ANO ശ്രീജി, PTA പ്രസിഡന്റ് സിറാജ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, കേഡറ്റുകൾ എന്നിവർ പങ്കെടുത്തു. സിവിൽ പോലീസ് ഓഫീസർ KG അനൂപ, PR അജിത്, D. സുകന്യ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അഖിൽ K. അരവിന്ദാക്ഷൻ, PS ശ്രുതി, അഞ്ജലി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചെറുവള്ളിക്കടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. AC മൊയ്തീൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പാലം നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുന്നതിനുമായാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള വാട്ടർ അതോറിറ്റി പൈപ്പുകൾ, KSEB പോസ്റ്റുകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതികളെക്കുറിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു. ബന്ധപ്പെട്ട താലൂക്ക് സർവേയർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ പരിശോധനകൾ നടത്താനും തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, വാർഡ് കൗൺസിലർ ഷനോഫ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പാലം നിർമ്മാണം പാടശേഖരങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്ന് പാടശേഖര സമിതി മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്ററും മറ്റു ഭാരവാഹികളും ആവശ്യപ്പെട്ടു. കേരള വാട്ടർ അതോറിറ്റി, KSEB, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ അദോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. രാവിലെ വിശുദ്ധരുടെയും തിരുഹൃദയത്തിന്റെയും രൂപങ്ങളുടെ എഴുന്നള്ളിപ്പുണ്ടായി. പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് ഫാദർ പ്രകാശ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ സാൻഡ്രിയോ എലവത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വീടുകളിൽ വണങ്ങുന്നതിനായി വിശുദ്ധരുടെ അമ്പ് വള ആശീർവദിച്ച് യൂണിറ്റ് ഭാരവാഹികൾക്ക് നൽകി. കൈക്കാരന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. 11 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് വള സമാപനം നടക്കും. തുടർന്ന് 12 മണിവരെ ബാൻഡ് മേളം ഉണ്ടാകും.
ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ നാട്ടുകാരെ ഭീതിയിലാക്കി കാട്ടുപന്നിക്കൂട്ടം. ഇന്നലെ രാത്രിയിലാണ് ഇവയെ റോഡിൽ കണ്ടത്. ഇതുവഴി കാറിൽ പോയവരാണ് പന്നിക്കൂട്ടത്തെ കണ്ടതോടെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. മേഖലയിൽ പലയിടത്തും ഈ രീതിയിൽ ഇവയെ കാണാറുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശവും ഉണ്ടാകാറുണ്ട്. വ്യാപകമായി കാട്ടുപന്നിക്കൂട്ടത്തെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. തലക്കോട്ടുകര ഞാലിക്കര ഒയറ്റ് പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് പവലിയന്റെ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഗ്രൗണ്ടിൽ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് ഉദ്ഘാടന പ്രസംഗം നടത്തി. വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിലും സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകി വരുന്നതെന്ന് മൊയ്തീൻ വ്യക്തമാക്കി. 152 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ ലോക കേരള സഭയിൽ ഈ സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. 5ാം സമ്മേളനമായപ്പോൾ ഇനിയും അത് വർദ്ധിക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ രീതികൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തെ തൊഴിലുമായി ബന്ധപ്പെടുത്താനും മറ്റെല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടലും സ്വകാര്യ മൂലധനത്തിൻ്റെ നിക്ഷേപവും എല്ലാം ചേർത്ത് കേരളത്തിൽ മികച്ച ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ കേരളത്തിലുണ്ട്. അതിലൊരു പങ്ക് നിങ്ങൾ നിർവഹിക്കുന്നു. ഓവർസീസ് ഇന്ത്യൻസിൻ്റെ മൂലധനം പ്രയോജനപ്പെടുത്തി ഇങ്ങനൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി അത് മികച്ച രീതിയിൽ നടക്കുന്നു. അത് കുന്നംകുളം മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. പഴയ കാലത്തെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പുതുതലമുറയിലെ കുട്ടികൾക്ക് കായികക്ഷമത കുറവാണെന്നും അതിന് പരിഹാരം കാണാൻ വിദ്യാലയങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് സെക്രട്ടറി നാരായണൻ മുല്ലപ്പള്ളി അധ്യക്ഷനായി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ CV ജയൻ പദ്ധതി വിശദീകരണം നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ബാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ, ജനറൽ കോർഡിനേറ്റർ A സുമ എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ, ട്രസ്റ്റ് ഭാരവാഹികൾ, സ്റ്റാഫ് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി BV ശിവപ്രസാദ് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതി ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ താലപ്പൊലി മഹോത്സവം. അതുവരെ ക്ഷേത്രത്തിൽ ദിവസവും വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, കളമ്പാട്ട് എന്നിവയുണ്ടാകും. താലപ്പൊലി ദിവസം ഉച്ചയ്ക്ക് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മേളത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 4:30യോടെ നടക്കൽ പറവെപ്പുണ്ടാകും. 5 മണിയോടെ ദേശപൂരങ്ങൾ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ക്ഷേത്ര ഭാരവാഹികളായ ബാലൻ ചീരേടത്ത്, കണ്ണൻ അയ്യപ്പത്ത്, ഹരീഷ് പൊന്നരാശ്ശേരി, ഹരി കൊളാടി, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PP ബാലന്റെ 18ാം ചരമവാർഷികവും വാഗ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന VV കേളുക്കുട്ടിയുടെ 4ാം ചരമവാർഷികവും CPIMന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. വാഗയിൽ നടന്ന ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ ചടങ്ങ് CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷനായി. എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, KP രാജു, സുമ മണികണ്ഠൻ, ശ്രീകുമാർ വാഗ, PP മോഹനൻ, PB ഷൈൻ, ജോസ്റ്റി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി വിളക്കാട്ടുപാടം ദേവസൂര്യ ലൈബ്രറി ഹാളിൽ സെല്ലുലോയിഡ് എക്സ്പോ പ്രദർശനം നടത്തി. കേട്ടറിഞ്ഞ് ഫിലിം റീലുകളും പ്രോജക്ടറുകളും കണ്ടും തൊട്ടുമറിയാൻ വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളെത്തി. പൂനം റഹീം ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര പ്രവർത്തകരുടെ പഴയകാല സിനിമാ പ്രദർശന വസ്തുക്കളുടെ ശേഖരമാണ് കാണികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പ്രവർത്തനം വിവരിക്കാനും പ്രവർത്തിപ്പിച്ച് കാണിക്കാനും ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടായിരിക്കുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, എക്സ്പോ കൺവീനർ ജെയ്സൺ അറയ്ക്കൽ, KC അഭിലാഷ് എന്നിവർ അറിയിച്ചു. ശിവനും ഭദ്രകാളിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജനുവരി 20 ചൊവ്വാഴ്ചയായിരുന്നു താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടന്നത്. അന്നു മുതൽ ക്ഷേത്രത്തിൽ രാത്രി 9 മണിക്ക് പൊന്നാനി ഹരികുമാറിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ടും ഉണ്ടായി. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മകരപ്പത്തിന് ശനിയാഴ്ച പൊങ്കാല സമർപ്പണവും കൃഷ്ണകൃപ പുന്നയൂരിന്റെയും വട്ടമ്പാടം വേല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കാളി, കാള തുടങ്ങി നാടൻ കലാരൂപങ്ങളോടുകൂടി വേലവരവും ഉണ്ടായി. തുടർന്ന് ദീപാരാധനയും നടന്നു. താലപ്പൊലി മഹോത്സവമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, തിടമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു.
വൈകിട്ട് 5:30 മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉത്സവങ്ങളുടെ വരവുണ്ടായി രാത്രി 7:30 വരെ ക്ഷേത്രസന്നിധിയിലെത്തി. തുടർന്ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, കേളി എന്നിവയും നടന്നു. 12 മണിക്ക് ശ്രീകോവിൽ നടയടച്ചു. തുടർന്ന് നടത്തിയ ദണ്ഡൻ സ്വാമിക്ക് ഗുരുതി സമർപ്പണത്തോടെയാണ് വേലമഹോത്സവത്തിന് സമാപനമായത്. ക്ഷേത്രം തന്ത്രി പഴങ്ങാംപറമ്പ് മനകൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ശാന്തി ശരത് നമ്പൂതിരി നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ദണ്ഡൻ സ്വാമി കാവിലും പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, ട്രഷറർ പ്രകാശൻ ചന്തിരുത്തിൽ, മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി ചന്ദ്രിക വിരിപ്പാലയിൽ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളുടെ വളർച്ചയുടെ പിന്നിലെ ശക്തിയാണെന്ന് സാഹിത്യകാരൻ പി. സുരേന്ദ്രൻ പറഞ്ഞു. മന്നലാംകുന്ന് GFUP സ്കൂളിന്റെ 103-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡ് മെമ്പർ TA ആയിഷ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിലെ സേവനത്തിന് പൂർവ്വ വിദ്യാർത്ഥികളായ KM ഹൈദരാലി, MC ബഷീർ, MP ഇക്ബാൽ മാസ്റ്റർ, AA മുഹമ്മദ് ഇക്ബാൽ, കാവ്യ ഉണ്ണികൃഷ്ണൻ, TK മുഹമ്മദ് സാലിഖ്, ജാഫർ ആഷിഖ് എന്നിവരെ ആദരിച്ചു. ചാവക്കാട് നഗരസഭാ കൌൺസിലർ റമീജ, PK ഹസൻ, KK ഷുക്കൂർ, അസീസ് മന്നലാംകുന്ന്, PA ലിയാഖത്ത് അലി, MA റഹാബ്, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. OSA സെക്രട്ടറി PM നാസർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റാഫി മാലിക്കുളം നന്ദിയും പറഞ്ഞു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കോഴിക്കോട് അറേബ്യൻ സിസ്റ്റേഴ്സ് നേതൃത്വത്തിൽ ഒപ്പനയും ഗാനമേളയും ഉണ്ടായി. അവരൊരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു വിദ്യാലയത്തിന് ശക്തമായി കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ നിന്നുള്ള പ്രചോദനം, അവരുടെ സംഭാവനകൾ നമ്മൾ സാധാരണ പറയുന്നില്ല. അവരെ പിന്നിൽ നിന്നുള്ള അവർ നൽകുന്ന ശക്തി, പ്രദാനം ചെയ്യുന്ന ശക്തി ഏത് വിദ്യാലയത്തിന്റെയും വളർച്ചയിൽ ഏറ്റവും പ്രധാനമാണ്. ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ കൂടി കാണാനായിട്ട് പറ്റും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മഞ്ഞനിക്കര പാത്രിയർക്ക പതാക ഘോഷയാത്രയ്ക്ക് ശനിയാഴ്ച രാവിലെ സ്വീകരണം നൽകി. മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് വയനാട്ടിൽ നിന്ന് മലബാർ തീർത്ഥയാത്രാ കൺവീനർ പൈലിക്കുഞ്ഞ് വട്ടശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സിജു ജോസ് ആരക്കുന്നം, തീർത്ഥയാത്രാ സംഘം സെക്രട്ടറി സണ്ണി മുളന്തുരുത്തി, കമ്മിറ്റി അംഗം ബിനു കുഴിവേലി, ജോഷി ആരക്കുന്നം, തോമസ് മുളന്തുരുത്തി, സജി കണ്ടനാട്, ഏലിയാസ് ഞാറക്കാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ പള്ളികളിലെ സ്വീകരണത്തിന് ശേഷമാണ് തൃശൂർ ഭദ്രാസനത്തിന്റെ പ്രവേശന കവാടമായ ചാലിശ്ശേരിയിലെത്തിയത്. പള്ളിയിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് ധൂപപ്രാർത്ഥനയും ആശീർവാദവും നടത്തി. യാത്രാ കൺവീനർ പൈലിക്കുഞ്ഞ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പതാക ഘോഷയാത്രയെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഘോഷയാത്ര പാലക്കാട്, തൃശൂർ ജില്ലകളിലെ യാക്കോബായ സുറിയാനി സഭയുടെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിന് ശേഷം 13-ന് മഞ്ഞനിക്കരയിൽ എത്തും. മഞ്ഞനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 94-ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി വയനാട് മീനങ്ങാടി കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിച്ച പാത്രിയർക്ക പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലും സ്വീകരണം നൽകി. ഇടവകാംഗം ഫാദർ വികാസ് വടക്കൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി പള്ളി വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പ്രയാണത്തിനെ അനുഗമിച്ചു. പള്ളി ട്രസ്റ്റി സോജൻ KJ രഥത്തിൽ ഹാരമണിയിച്ചു. ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളറക്കാടുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന സോക്കർ ലീഗിലെ ഫൈനൽ മത്സരത്തിൽ മലർവാടി ചിറമനേങ്ങാടിനെ എതിരില്ലാത്ത 2 ഗോളിന് ടീം വെല്ലിക്ക പന്നിത്തടം പരാജയപ്പെടുത്തി. ജേതാക്കളായി സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയും ട്രോഫിയും നൽകി. ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ പ്രതിപക്ഷ നേതാവ് വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PU പ്രകാശൻ, UV ഗിരീഷ്, ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, റാഷിഖ് എന്നിവർ സംസാരിച്ചു.
ലീഗിൽ CBC ചിറ്റ്ലങ്ങാട് 3-ാം സ്ഥാനത്തിനും ചെമ്പാടി കടങ്ങോട് 4-ാം സ്ഥാനത്തിനും അർഹരായി റസാഖ്, നസ്രു, ഫാസിൽ എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. കാൽപന്ത് കളിയാണ് ലഹരി എന്ന സന്ദേശത്തോടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായാണ് ലീഗ് സമാപിച്ചത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബയോസയൻസിൽ ഗവേഷണ ബിരുദം നേടിയ കെ ദീപയെ ഗുരുവായൂർ നഗരസഭ 33-ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. വാർഡ് കൌൺസിലർ AV ഉണ്ണികൃഷ്ണൻ പൊന്നാടയണിയിച്ചു. മുൻ കൌൺസിലർ രേണുക ശങ്കർ, നിഷ കൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി. മുൻ കൌൺസിലർ അനിൽകുമാർ ചിറയ്ക്കൽ, ആശാവർക്കർ രേഷ്മ രാജീവ്, ഒ രതീഷ്, ജ്യോതിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,355 രൂപ, പവന് 1,14,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കടവല്ലൂർ പഞ്ചായത്തിലെ ഉരുക്കാൻകുന്നിലെ ക്വാറി മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ക്വാറിയിലെ ക്രഷർ യൂണിറ്റിൽ നിന്നും അമിതഭാരം കയറ്റി പഞ്ചായത്ത് റോഡിലൂടെ പോയ 2 ടോറസ് ലോറികൾ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ഈടാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. പാദരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ നന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ മികച്ച പുരോഗതി. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ നീക്കം ആരംഭിച്ചു. പുതിയ സീസണിൽ ആനകളുടെ ഏക്കത്തുക ദേവസ്വം വർദ്ധിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.